സഹായിച്ച വിധങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് പകൽ വേളയിലും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. രാജ്യം ശക്തമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. യുദ്ധത്തിന്റെ എല്ലാ ശ്രുതികളും കേട്ടുകൊണ്ടിരിക്കുന്നു. രാജ്യത്തോടും ജാതിയോടും ഒക്കെയും ശക്തമായ എതിർപ്പും യുദ്ധങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നാം കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. കർത്താവിന്റെ വരവ് വളരെ അടുക്കലായിരിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ ആയിരിക്കുന്ന ദൈവമക്കൾ വളരെ ഉത്സാഹത്തോടും ഉന്മേഷത്തോടും ഒരുക്കത്തോടും കൂടെ ആയിരിക്കുവാൻ ഇന്ന് പകൽ നേരം ഹല്ലേലൂയ വചനത്തിൽ നിന്ന് പ്രബോധിപ്പിക്കുകയാണ്. നമ്മളുടെ ശ്രദ്ധ ചില വചനങ്ങളിലേക്ക് ഇന്ന് പകൽ നേരം നമുക്ക് തിരിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ. അതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ അല്പനേരം നമുക്ക് ധ്യാനിക്കാം. നമ്മൾ പ്രാർത്ഥനയിലായിരുന്നു. നമ്മൾ പല വിഷയങ്ങൾ ദൈവത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കർത്താവ് നമ്മുടെ നടുവിലുണ്ടല്ലോ. കർത്താവിന് സന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരം നമ്മുടെ മേൽ ഇറങ്ങി വരുവാൻ ഇന്ന് പകൽ നേരം ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും കർത്താവിന്റെ വലിയ കരം ചലിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ലമാ ഷഡ റീദദ നമഗദ നമഗഷണ്ട റീദദ ദദ നമഗഷഡു റീദദ ഗദന ഹല്ലേലൂയ. നന്ദി രാജാവേ ഈ പകൽവേളയിൽ പരിശുദ്ധ പിതാവേ അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പൊ അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ പരിശുദ്ധ പിതാവേ, സ്വർഗ്ഗീയ നല്ല പിതാവേ. ഹല്ലേലൂയ. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിന്റെ മുമ്പാകെ ഞങ്ങൾ അപ്പൊ അങ്ങയുടെ മക്കളാണ് ഞങ്ങൾ അടുത്തു വരുന്നു കർത്താവേ. അപ്പൊ ഇന്ന് വചനത്തിന്റെ മർമ്മങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ, അതിന്റെ ആഴങ്ങളെ വെളിപ്പെടുത്തണമേ. ഞങ്ങളുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. സഭ ഒരുങ്ങേണ്ട മേഖലകളിൽ ഇന്ന് പകൽ നേരം ഒരുങ്ങുവാൻ പരിശുദ്ധ പിതാവെ അങ്ങ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആത്മശക്തിയാൽ പുതുക്കം പ്രാപിക്കുവാൻ ഇന്ന് പകൽ നേരം ഞങ്ങൾ ഓരോരുത്തരും ഒരുക്കണമേ അപ്പ. ഞങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന എല്ലാ മോഹങ്ങളിൽ നിന്നും ഇന്ന് പകൽ നേരം വിടുതൽ പ്രാപിക്കുവാൻ പരിശുദ്ധ പിതാവ് ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനം, പ്രാണനെ ആത്മാവിന് സത്യവചനങ്ങളെ വേർപെടുത്തും വരെ ഇറങ്ങിച്ചെല്ലുന്ന ജീവന്റെ വചനം ഞങ്ങളെ ആത്മാവിന് വിടുതലായി തീരുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കുന്നതിനായി സ്തോത്രം, പരിപാലിക്കുന്നതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ നമുക്കൊന്ന് ചിന്തിക്കാം. സ്തോത്രം. നമുക്കൊന്ന് അതിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാവുന്നതാണ്. വായിച്ചാൽ ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ചു പ്രബോധിപ്പിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതുന്ന ഈ 1-ാം ലേഖനത്തില് ശക്തമായി ലേഖനത്തിലെ വിഷയം നിങ്ങൾ ഒരുങ്ങുക, കർത്താവിന്റെ വരവിന് വേണ്ടി സ്വതന്ത്രം നിങ്ങൾ ഒരുക്കമുള്ളവരായി തീരുവാനുള്ള ആഹ്വാനമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ശക്തമായി പൗലോസ് അപ്പോസ്തലന് അറിയാവുന്ന ഒരു സത്യം, സഭയുടെ ഒരുക്കം, അവരുടെ സ്വഭാവം, അവരുടെ പ്രാർത്ഥന, അവർ എന്തിനായിട്ട് വാഞ്ചിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ആഴത്തിൽ അറിയാവുന്ന പൗലോസ് അപ്പോസ്തലന് ഗ്രാഹ്യമുള്ളൊരു കാര്യം, ഈ ജനത്തിന്റെ ഒരുക്കം, ഈ ജനത്തിന്റെ ജീവിതത്തിന്റെ തലങ്ങൾ കൃത്യമായി പൗലോസിന് അറിയാമായിരുന്നു. ആമേൻ. ഇന്ന് ഒരു ചോദ്യം നിൽക്കുന്നത്, എത്ര ദൈവദാസന്മാർക്ക് അവരുടെ വിശ്വാസികളുടെ ആത്മീക നിലവാരത്തെ കുറിച്ച് കൃത്യമായ ഗ്രാഹ്യമുണ്ട്? എത്ര പേർക്ക് അതിന് ഗ്രാഹ്യമുണ്ട്? ഓരോ ആത്മാവിനെ കുറിച്ചും കൃത്യമായ ഗ്രാഹ്യമുണ്ടായിരിക്കണം ശുശ്രൂഷകന്. അപ്പോൾ ഓരോ വ്യക്തിയുടെ ആത്മീക അവസ്ഥ എന്ത് എന്ന് നമ്മളൊന്ന് ഗ്രഹിക്കണം. ബഹുഭൂരിപക്ഷം ഇങ്ങനെ തള്ളിക്കളഞ്ഞ കല്ലുപോലെ എവിടെയെങ്കിലും കുറെ പേര് കിടക്കുന്നതാണ് കാണുന്നത്. പക്ഷേ പൗലോസ് അങ്ങനെയല്ലായിരുന്നു. ഈ സഭയുടെ ആത്മീക നിലവാരത്തെ കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള വ്യക്തിയായിരുന്നു പൗലോസ് ശ്രദ്ധിക്കുകയും ലേഖനം എഴുതുകയും ചെയ്യുമ്പോൾ താനിവിടെ ഉദ്ധരിച്ച വിഷയത്തിൽ വ്യക്തമാകുന്നുണ്ട്. ഈ ജനത്തെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം നമ്മൾ വായിച്ചാൽ നമുക്കും ഗ്രഹിക്കും. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ വായിക്കുന്നത്, സ്തോത്രം, നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നത്.
അടുത്തത് എന്താ വായിക്കുന്നത്? ഞങ്ങൾ കർത്താവായ യേശുവിനെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ശ്രദ്ധിക്കണം, ജനം പിന്തുടരേണ്ടത് കർത്താവിന്റെ ആജ്ഞകളെയാണ്. പരിശുദ്ധാത്മാവിൽ ക്രിസ്തുവിൽ ഉള്ള സത്യങ്ങളെ പരിശുദ്ധാത്മാവ് പൗലോസിൽ വെളിപ്പെടുത്തിയപ്പോൾ പൗലോസ് അത് സഭയെ പ്രബോധിപ്പിച്ചു. പ്രബോധനം കേട്ട ജനത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, മറക്കരുത്, കേട്ടത് ഓർത്തുകൊണ്ട് പ്രവർത്തിക്കണം എന്ന അടിവരയിട്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ മറന്നു പോകുന്നതല്ല, ഓർത്ത് നമ്മൾ അത് അനുസരിക്കേണ്ടത് നമ്മൾ അനുസരിച്ചേ മതിയാകത്തുള്ളൂ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച ഒരു കാര്യമാണ്. കർത്താവിന്റെ കൽപ്പനയാണ്, നിങ്ങൾ സഹോദരങ്ങളെ സ്നേഹിക്കണം. അല്ലേ? അതൊരു പുതിയൊരു കൽപ്പനയാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുവിൻ. ആമേൻ. എങ്ങനെ സ്നേഹിക്കണം? ഇറോസ് അല്ല, ഫിലിയോ അല്ല, അഗാപ്പെ. ആമേൻ. അഗാപ്പെ എന്താ പറയുന്നത്? തന്റെ പ്രിയപുത്രനെ നമുക്ക് വേണ്ടി നൽകിയപ്പോൾ പുത്രനോ പിതാവിന്റെ ഇഷ്ടം മനസ്സാൽ ചെയ്ത് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. മരണത്തോളം, ക്രൂശമരണത്തോളം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനാകുന്ന ക്രിസ്തുവാണ് നമ്മുടെ മാതൃക. അത് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നഷ്ടങ്ങളും കഷ്ടങ്ങളും വേദനകളും പീഡകളും പ്രതിസന്ധികളും അനുഭവിക്കുമ്പോഴും അവന്റെ ഇഷ്ടം ചെയ്യുവാൻ മറന്നു പോകാതിരിക്കുമ്പോൾ നാം അവനെ സേവിക്കുകയാണ് ചെയ്യുന്നത്. നാം അവനെ സേവിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ കൽപ്പനകളെ സേവിക്കുന്നവനാ ദൈവത്തെ സേവിക്കുന്നുള്ളൂ. അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവനാ ദൈവത്തെ സേവിക്കുന്നുള്ളൂ. ആമേൻ. കർത്താവിന്റെ കൽപ്പനകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. നമുക്ക് ആ ഭാഗം നമുക്കൊന്ന് അതിന്റെ വാക്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകണമല്ലോ. സ്തോത്രം. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ തെസ്സലോനിക്ക ജനത്തോട് ഈ കാര്യം പറയുമ്പോൾ എന്താണ് പൗലോസിന്റെ മാനസികാവസ്ഥ നമ്മളൊന്ന് ഗ്രഹിക്കണമല്ലോ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ അത് ശ്രദ്ധയോടെ യോഹന്നാൻ അപ്പോസ്തോലൻ അത് ശ്രദ്ധിക്കുകയും സമാന്തര സുവിശേഷങ്ങളിൽ പ്രസിദ്ധി നേടിയ മറ്റു 3 സുവിശേഷങ്ങൾ സഭകളിലൂടെ എല്ലാം ചെല്ലുകയും വായിക്കുകയും ചെയ്തപ്പോൾ ഏതാണ്ട് AD 90 യോഹന്നാൻ അപ്പോസ്തലൻ ഈ യോഹന്നാന്റെ സുവിശേഷം എഴുതുന്ന രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. മറ്റുള്ള ലേഖനങ്ങളിൽ മറ്റുള്ള സുവിശേഷങ്ങളിൽ കാണാത്തത് യോഹന്നാന്റെ സുവിശേഷത്തിൽ വരണമെന്ന് വ്യക്തമായി യേശു ക്രിസ്തു പറഞ്ഞ വചനങ്ങൾ, യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരുന്ന യോഹന്നാന് മാത്രമാ അത് സ്തോത്രം ഹല്ലേലൂയ എഴുതുവാനും അതിനെ വിളംബരം ചെയ്യുവാനും സാധിച്ചുള്ളൂ. ആമേൻ. അപ്പോ തന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ അതിന്റെ 13-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം, സ്തോത്രം, അതിന്റെ 33-ാം വാക്യം, 13-ാം അധ്യായം 33-ാം വാക്യം. കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി കുറഞ്ഞോന്ന് മാത്രം നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയുന്നു. അടുത്തത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ഇവിടെ ശ്രദ്ധിക്കണം, കൽപ്പന എന്താണ്? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. കണ്ടോ, കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ് ഈ കൽപ്പന നമ്മൾ സൂക്ഷിച്ചേ മതിയാകത്തുള്ളൂ. തമ്മിൽ സ്നേഹിക്കണം. അഗാപ്പയാണ് വേണ്ടത്, ഇറോസ് അല്ല, ഫിലയോയല്ല. അതൊക്കെ സ്നേഹത്തിന്റെ അവസ്ഥകളാണെങ്കിലും അഗാപ്പയാണ് ക്രിസ്തു ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിന്റെ സഹോദരനെ വീണ്ടെടുക്കുവാൻ, സഹോദരന്മാരുടെ ഇടയിൽ ദൈവരാജ്യം വെളിപ്പെടുവാൻ, ക്രിസ്തുവിന്റെ സ്നേഹം പ്രസിദ്ധമാകുവാൻ നീ നിന്റെ സഹോദരനെ സ്നേഹിക്കണം. ആരാ സഹോദരൻ? രക്ഷിക്കപ്പെട്ട് കുഞ്ഞാന്റെ രക്തത്താൽ കഴുകപ്പെട്ട തന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഇതേ കൽപ്പന അനുസരിക്കുന്നവനാണ് നിന്റെ സഹോദരൻ. അവനാണ് നിന്റെ സഹോദരൻ. അല്ലാതെ പിന്നെ ആരാ സഹോദരൻ?
ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഇരിക്കുന്നവൻ, രക്ഷിക്കപ്പെട്ടവൻ, വീണ്ടും ജനനം പ്രാപിച്ചവൻ, പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തിരിക്കുന്നവൻ, അവനാണ് നിന്റെ സഹോദരൻ. അവനെ നീ സ്നേഹിക്കണം. ഞാൻ നിന്നെ നേടിയതുപോലെ അവനെയും നേടിയിരിക്കുന്നു. ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നത് എന്റെ രക്തമാണെങ്കിൽ അവനെയും വീണ്ടെടുക്കുവാൻ ഞാൻ എന്റെ രക്തമാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ എന്റെ വചനം എന്റെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ഞാൻ വചനം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് സ്വതന്ത്ര വീണ്ടും ജനനം പ്രാപിച്ച് കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവൻ മാത്രമാ ക്രിസ്തുവിൽ നമ്മുടെ സഹോദരങ്ങൾ. മനസ്സിലാക്കണം. അപ്പോഴും ചോദിക്കുന്ന ചോദ്യമുണ്ട്, അപ്പൊ പുറത്തുള്ളവരോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വേറെ ചോദിക്കുക, ജാതികളാരാ അങ്ങനെയാണെങ്കിൽ? പാപികളാണ് ആരാണ് അങ്ങനെയാണെങ്കിൽ? രക്ഷിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ പൈതൽ. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയെ വന്നവർ മാത്രമാ ദൈവത്തിന്റെ മക്കൾ. മനസ്സിലാക്കണം. ആരാ മക്കള്? ആരാ ദൈവജനപ്രകാരം എന്ന് പറയുക? തന്റെ ആത്മാവ് വസിക്കുന്നവരാരോ അവരാണ് ദൈവത്തിന്റെ മക്കൾ. അല്ലാതെ അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്ത് ഒരേ ആത്മാവിനെ പാനം ചെയ്തവരല്ലേ സഹോദരങ്ങൾ? ആമേൻ. ആ ഒരേ ആത്മാവിനെ പാനം ചെയ്ത ക്രിസ്തുവിന്റെ മക്കളായി തീർന്നവർക്ക് മാത്രമാ സ്തോത്രം ഈ കൽപ്പനകളെ അനുസരിക്കുവാൻ സാധിക്കത്തുള്ളൂ. അവരുടെ ഇടയിൽ വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിന്റെ സ്നേഹം, അഗാപ്പെ, അത് വെളിപ്പെടുമ്പോഴാണ് അവിടെ ക്രിസ്തുവിന്റെ സ്നേഹം പൂർണ്ണമാകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ ഇതൊരു കൽപ്പനയാണ്. കർത്താവിൽ നിന്നുള്ള കൽപ്പനയാണ്. വായിച്ചേ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. അപ്പോൾ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയണം. എങ്ങനെ അറിയണം? സഹോദരന്മാർ തമ്മിൽ സ്നേഹിക്കുന്നത് പുറത്തുള്ളവർ കാണണം. അവരുടെ ഇടയിൽ രാഷ്ട്രീയം കളിക്കാൻ പാടില്ല. അവരുടെ ഇടയിൽ ജാതി തിരിവ് പാടില്ല. അവരുടെ ഇടയിൽ സാമ്പത്തിക ശ്രേണിയിൽ ഉയർച്ചയും താഴ്ചയും പാടില്ല. അവരുടെ അറിവിന്റെ പേരിലോ വിദ്യാഭ്യാസത്തിന്റെ പേരിലോ കുടുംബ മഹിമയുടെ പേരിലോ വിഭിന്നമായി നിൽക്കുവാൻ പാടില്ല. അത് കർത്താവിന്റെ വചനത്തിനും ഉപദേശത്തിനും എതിരാണ്. നീ നിന്റെ സഹോദരനെ ചതിക്കരുത്. നിന്റെ സഹോദരനെ നശിപ്പിക്കരുത്. നിന്റെ സഹോദരനെതിരായി ഭോഷ്കു പറയരുത്. അവനെ നീ സ്തോത്രം കൊള്ളയടിക്കരുത്. ആമേൻ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ സഹോദരങ്ങളാണെന്ന് മറ്റുള്ളവർ അറിയുകയും ഇവർ യേശുവിന്റെ ശിഷ്യന്മാരാണെന്ന് അറിയുകയും ചെയ്യുന്നത്. എല്ലാവരും അറിയണം. അതിനാണ് കർത്താവ് നിർത്തിയിരിക്കുന്നത്. എന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്നത്? നീ മറ്റുള്ളവരുടെ യേശുവിനെ കുറിച്ച് പറയാൻ പറ്റിയില്ലെങ്കിലും നീ ജീവിക്കുന്നത് കാണുമ്പോൾ, നീ ജീവിക്കുന്നത് ശ്രദ്ധിക്കുമ്പോൾ നീ കർത്താവിന്റെ പൈതലാന്ന് പറയും. കണ്ടിടത്തൊക്കെ കേറി ഇറങ്ങി എല്ലാ വൃത്തികേടിന്റെ അകത്ത് തലയുമിട്ട് ദേശത്തിൽ എല്ലാ നിലവാരത്തിൽ കർത്താവിന്റെ നാമത്തിന് ആക്ഷേപം വരുത്തുന്നവനൊന്നും ഈ ലിസ്റ്റിൽ വരത്തില്ല കേട്ടോ. സ്റ്റാൻഡേർഡ് സൂക്ഷിച്ചോണം. ആത്മീക സ്റ്റാൻഡേർഡ് സൂക്ഷിച്ചോണം. ആത്മീക സ്റ്റാൻഡേർഡ് ഉള്ളവന്റെ ജീവിതത്തിൽ സ്റ്റാൻഡേർഡ് കാണും. അവന്റെ എല്ലാ മേഖലകളും ആ സ്റ്റാൻഡേർഡ് കാണും. സ്റ്റാൻഡേർഡ് ഉള്ളതെല്ലാം കർത്താവിന്റെ സ്റ്റാൻഡേർഡാന്നല്ല പറഞ്ഞത്. ഈ ഉപദേശവും കൽപ്പനയും സൂക്ഷിക്കുന്നവന്റെ ജീവിതത്തിൽ ഈ സ്റ്റാൻഡേർഡ് കണ്ടിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കുവാൻ കഴിയുകയില്ല. ആമേൻ. അപ്പോൾ ശ്രദ്ധിക്കണം, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ അവിടെ കർത്താവിന്റെ ക്രൂശ് മരണം സംഭവിക്കണം. അപ്പോൾ സ്നേഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ആത്മനിറവിൽ വരുവാൻ പോകുന്ന തേജസ് പ്രാപിച്ച്
സ്വതം 120 പേരുടെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുന്ന പത്രോസിന് ഇത് മനസ്സിലാകും. പക്ഷേ അതിനു മുമ്പേ സ്വതം പിന്മാറി പോകുവാനിരിക്കുന്ന പത്രോസിന് ഈ പറയുന്നത് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് പത്രോസ് അവന്റെ സർവശക്തിയും ജഡത്തിലെ സർവശക്തി എടുത്തിട്ട് പറഞ്ഞു, ആരൊക്കെ നിന്നെ വിട്ടുപോയാലും ഞാൻ നിന്നെ വിട്ട് പോകത്തില്ലെന്ന് പറഞ്ഞു. അതൊന്നും നിലനിൽക്കുന്ന ശപഥങ്ങളല്ല കേട്ടോ. മനസ്സിലാക്കണം, ആത്മനിറവ് പ്രാപിച്ച് ദൈവിക സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തുന്നത് നിന്റെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയാണ്. നീ ദൈവകൃപയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാനേ പറ്റത്തുള്ളൂ. നീ അല്ലാതെ എന്ത് ചെയ്യാനാണ്? നീ ദൈവകൃപയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവ് നിന്നെ മണത്തുമ്പോൾ നീ കർത്താവിന്റെ ട്രാക്കിലായി തീരും. അല്ലാതെ നിന്റെ ഒരു ഗുണങ്ങളും നിന്നെ ആത്മീകനാക്കുന്നില്ല. നിന്റെ ഒരു സവിശേഷതകളും നിന്നെ ആത്മീകമാക്കത്തില്ല. വേറൊരു ഭാഗം കൂടെ നമ്മൾ ഇതിന്റെ കൂടെ വായിക്കണം. നമുക്ക് ഇതിന്റെ കൂടെ വേറെ ഒരു ഭാഗത്ത് വേറൊരു പുസ്തകത്തിൽ നമ്മൾ എടുത്ത് വായിക്കണം. എന്നാൽ ഇത് നമ്മൾ വായിച്ച ഒരു ഇതിന്റെ കൂടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ഭാഗമുണ്ട്. അതിന്റെ സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ. നമുക്കതിന്റെ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം അതിന്റെ 26 മുതൽ ഒന്ന് വായിച്ചേ. 16-ാം അധ്യായം 26-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യം മുതൽ. അന്ന് നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇത് പറഞ്ഞു വരുന്നതിന് കാരണം എന്നാണെന്നറിയോ? അതിന്റെ 23, 24 ഒന്ന് വായിച്ചേ. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ശ്രദ്ധിക്കണം കേട്ടോ, ശിഷ്യന്മാരോട് പറയുക, ഈ കേൾക്കുന്ന ഇവര് ആ നേരത്തെ ഈ പറയുന്നതൊന്നും അവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അവര് അഭിഷേകം പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞ് പരിശുദ്ധാത്മാവരെ നടത്തിയപ്പോഴാണ് ഈ പറഞ്ഞതും ഇവർ 3.5 വർഷക്കാലം കർത്താവിനോട് കൂടെ ഇരുന്നും കണ്ടു അറിഞ്ഞതുമായ സകല കാര്യങ്ങളും പരിശുദ്ധാത്മാവർക്ക് ബോധിപ്പിച്ച് ഓർമ്മപ്പെടുത്തി എഴുതുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ യോഹന്നാൻ ഇവിടെ എഴുതുന്ന കാര്യമുണ്ട്. യേശുക്രിസ്തു അവസാന സമയങ്ങളിൽ താൻ ക്രൂശിലേക്ക് പോകുന്നതിന് നാഴികൾക്ക് മുമ്പിൽ ഈ ജനത്തോട് പറയുന്ന രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. ശിഷ്യന്മാരോട് പറയുകയാണ്, അവിടെ പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും പിതാവ് എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. അപ്പൊ പിതാവായ ദൈവം നമ്മൾ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും ശിഷ്യന്മാരെ നിങ്ങൾക്ക് പിതാവ് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത കാര്യം ശ്രദ്ധിക്കണം. ആ അവസ്ഥയിൽ നിന്ന് അടുത്ത വാക്ക് നമ്മൾ വായിക്കുമ്പോൾ ഇന്ന് വരെയും നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിക്കുകയും തുടർന്ന് വായിച്ചു പോ. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. അടുത്തത് ഇത് ഞാൻ സത്യമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും ഞാൻ ഇനി സദൃശമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു. അടുത്തത് നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കും. കണ്ടോ, അന്ന് നിങ്ങൾ, അതായത് സ്പഷ്ടമായി പറയുമ്പോൾ നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കും. നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ആദ്യം പുത്രന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിച്ചാൽ പുത്രൻ മഹത്വപ്പെടുത്തേണ്ടതിന് പിതാവ് നമുക്ക് വേണ്ടി നമ്മൾ ചോദിച്ച കാര്യം ചെയ്തു തരും എന്നാ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കൂ എന്ന് ഞാൻ പറയുന്നില്ല. ശ്രദ്ധിക്കണം. കാരണം എന്താ? കാര്യം പിതാവിന്റെ സന്നിധിയിൽ പുത്രനാകുന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ച് നമ്മുടെ ആവശ്യങ്ങളെ പിതാവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങളെ ബോധിപ്പിച്ചു. അപ്പോ പിതാവും പുത്രനും കൂടെ സ്വർഗീയ കോടതിയിൽ നമ്മുടെ വിഷയം ഏൽപ്പിക്കുകയാണ്.
അപ്പോൾ നാമും പുത്രനുമായിട്ടുള്ള വിഷയം എങ്ങനെയാണ്? നമ്മൾ എങ്ങനെയാണ് പിതാവിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പുതിയ നിയമ ശുശ്രൂഷയുടെ വെളിച്ചത്തിൽ നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആത്മാവിന്റെ ചിന്ത എന്തെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ ക്രിസ്തു. നമ്മുടെ ആവശ്യം എന്തെന്ന് പരിശുദ്ധാത്മാവ്, നമ്മുടെ ആത്മാവിന് വേണ്ടത് പരിശുദ്ധാത്മാവ് പിതാവിന്റെ സന്നിധിയിൽ അപേക്ഷിക്കുമ്പോൾ പുത്രൻ പുത്രൻ മഹത്വപ്പെടേണ്ടതിന് പിതാവ് പുത്രൻ അത് ചെയ്തു കൊടുക്കും. ഇത് അന്യഭാഷയുടെ പ്രത്യേകതയാണിത്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇത് ദൈവസന്നിധിയിൽ ചോദിക്കുമ്പോൾ പുത്രൻ നമുക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് ദൈവത്തിന്റെ വചനോട് പറയുമ്പോൾ വീണ്ടും പുത്രനാകുന്ന യേശു ക്രിസ്തു പറയുക, നിങ്ങൾ എന്നോട് അപേക്ഷിക്കും, എന്നാൽ സ്തോത്രം ഹല്ലേലൂയ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. വീണ്ടും നിങ്ങൾ എന്റെ മധ്യസ്ഥതയിൽ മാത്രം നിൽക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. കാരണം എന്നാ? അതിന്റെ അടുത്ത വാക്യം എന്താ വായിക്കുന്നത്? നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ആ പുത്രനാകുന്ന യേശു ക്രിസ്തു പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കുക കൊണ്ട് ആ പിതാവ് താനും നിങ്ങളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേഹം എന്താന്ന് ചോദിച്ചാൽ പറയുന്നത് എന്റെ ഹൃദയത്തിൽ ഒരു ഫീലിങ്സ് അല്ല സ്നേഹം. എന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ട്, അതല്ല സ്നേഹം. സ്നേഹം എന്താണ്? പുത്രനാകുന്ന യേശു ക്രിസ്തു. നമ്മുടെ ഹൃദയത്തിലുള്ള ദൈവ സ്നേഹത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞ എന്നാ പറയും? കർത്താവില് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറ. അതിന്റെ നിർവചനം എന്ന് പറഞ്ഞേ. എന്താണ് അതിന്റെ നിർവചനം? അതിന്റെ നിർവചനമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുക കൊണ്ട് പിതാവ് താനും നിങ്ങളെ കണ്ടു. അപ്പോൾ എന്താ നമ്മുടെ സ്നേഹം? എന്താണെന്നറിയാവോ? പിതാവിന്റെ അടുക്കൽ നിന്നാണ് ദൈവത്തിനാകുന്ന ക്രിസ്തു എന്നെ വീണ്ടെടുക്കേണ്ടതിന് ഇവിടെ വന്നത്. അത് പിതാവ് എന്നെ സ്നേഹിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ പിതാവ് എന്നെ സ്നേഹിക്കും. പിതാവ് എന്നെ സ്നേഹിക്കും. കണ്ടോ? പിതാവ് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് മറ്റു ചില വിഭാഗങ്ങൾ വിശ്വസിക്കുന്നവരെന്നാ, സ്വർഗത്തിലൊരു ദൈവം ഇരിപ്പുണ്ട്, അവിടുന്ന് ഒരു പ്രവാചകൻ ഇങ്ങനെ വന്ന്. അങ്ങനെയല്ല ബൈബിള് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ പുത്രൻ തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനല്ലാതെ പിതാവിനെ ആരും കണ്ടിട്ടില്ല. ദൈവരൂപത്തിൽ ദൈവം ഇരിക്കുന്നത് ദൈവരൂപത്തിൽ ഇരിക്കുന്നവനെ കാണാൻ കഴിയത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ദൈവ സദൃശ്യത്തിൽ ഇരിക്കുന്നവനെ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുക്കാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് മാത്രമേ താഴ്ച വന്നവരുടെ അടുക്കൽ ഉയരത്തിൽ ഇരിക്കുന്നവനെ കുറിച്ച് പറയാൻ കഴിയത്തുള്ളൂ. ഇതാണ് ഇതിന്റെ മർമ്മം. അല്ലാതെ അവിടെ ഒരുവൻ ഇരിപ്പുണ്ട്, അവൻ സർവശക്തനാന്ന് പറഞ്ഞ കൊട്ടേഷൻ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ എന്ത് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കണം. വചനം എവിടെ നിൽക്കുന്നേ? പിതാവായ ദൈവം പുത്രനാകുന്ന യേശുവിനെ, ദൈവപുത്രനെ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ലോകത്തിലേക്ക് അയച്ചു. പുത്രൻ വന്നത് പിതാവിൽ നിന്നാണെന്ന് നമ്മൾ വിശ്വസിച്ചാൽ മതി. പിതാവ് നമ്മളെ സ്നേഹിക്കുകയാണ്. സർവത്തെയും സൃഷ്ടിച്ചവൻ, സകലത്തെയും നിന്റെ വചനത്താൽ ഉളവാക്കിയവൻ. അവനിൽ ആദിജാതനുണ്ടായിരുന്നു. ആദിജാതനെ മനുഷ്യരുടെ വീണ്ടെടുപ്പിന് വേണ്ടി അയച്ചു. ഒരു ദൂതനോട് പോലും പറഞ്ഞിട്ടില്ല, ഒരു ദൂതഗണങ്ങളോട് പോലും. സ്തോത്രം ഹാലലൂയ. അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടിയല്ല, ദൂതന്മാരെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടിയല്ല, മനുഷ്യരെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം ലോകത്തിൽ അവതരിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? രക്ഷകൻ എന്ന് പറഞ്ഞാൽ ആരുടെ രക്ഷകൻ? മനുഷ്യരുടെ മാത്രം അല്ലേ? കാരണം സകല സൃഷ്ടിയും ഇനി എന്ത് ചെയ്യാ? തീയിലേക്ക് പോകാനിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയുന്ന പോലെ, നമ്മൾ പറഞ്ഞ പോലെ, ഇന്ന് ഈ കാലത്ത് പട്ടിയുടെയും പൂച്ചയുടെയും ആനയുടെയും കോഴിയുടെയും കടുവാടെയും സിംഹത്തിന്റെ എല്ലാം വികാരത്തിനാണ് ഈ കാലഘട്ടത്തിൽ പ്രാധാന്യം ഇരിക്കുന്നത്. അല്ലേ?
അപ്പൊ ചോദിക്കുന്നത് മൃഗങ്ങളെ ഉപദ്രവിക്കണമെന്നാണ്. ഒരിക്കലും പാടില്ല. സദൃശവാക്യം പറയുന്നത് നീ നിന്റെ സ്തോത്രം ഹല്ലേലൂയ, നീ നിന്റെ വളർത്തുന്ന മൃഗത്തിന്റെ പ്രാണഭയം ഒരു നീതിമാൻ അറിയുന്നുണ്ട്. അപ്പോൾ അതിനെ ഉപദ്രവിക്കണം എന്നുള്ള. പക്ഷെ ഈ കാലഘട്ടത്തെ ഒന്ന് നോക്ക്. മനുഷ്യർക്ക് മനുഷ്യൻ വേദനിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രശ്നവുമില്ല. അപ്പുറത്തൊരു മൃഗം ഒരു ഭാരപ്പെടുന്നത് കാണുമ്പോൾ വല്ലാതെ സെന്റിമെന്റൽ ആകുക, വല്ലാതെ നിലവിളിക്കുന്നു, കരയുന്നു, എല്ലാവരും കൂട്ടക്കരച്ചില്ല. തൊട്ടപ്പുറത്തൊരുത്തനെ ഇട്ട് വെട്ടിക്കൊല്ലുന്നുണ്ട്, ആർക്കും ഒരു പ്രശ്നമില്ല. മറ്റവൻ ജീവൻ വെടിയുന്ന അനുഭവത്തിലേക്ക് പോകുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ എന്ത് മനസ്സിലായി? മനുഷ്യൻ പാപിയാണെന്ന് മനസ്സിലായല്ലോ. മനുഷ്യൻ പാപിയാണ്. കാര്യം മൃഗം ദുഃഖിക്കും, മൃഗം വേദനിക്കുമ്പോൾ അവരോട് അനുകമ്പയും ദുഃഖവും എമ്പതി വരെയുണ്ട്. പക്ഷെ മറ്റൊരു മനുഷ്യൻ അവിടെ തകർന്ന് കുടുംബം നശിച്ച് ആത്മഹത്യയുടെ വക്കിലിരുന്ന് അവൻ തൂങ്ങിച്ചത്താലും അതിനോട് ഒരു വിഷമവും ഇല്ല. നിസാരം വരുന്ന ചില്ലറ പൈസയ്ക്ക് കുത്തിക്കൊല്ലുന്ന കാലഘട്ടം അല്ലേ? എവിടെയാ നിന്റെ നീതി? എവിടെയാ നിന്റെ സഹിഷ്ണുത? എവിടെയാ നിന്റെ കരുണ? എവിടെയാണ് നിന്റെ അനുകമ്പ? എവിടെ കിടക്കുന്നു പറ. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മനുഷ്യരാണ്, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും ദുഷ്ടരായിരിക്കുമ്പോൾ ദൈവം തന്റെ പ്രിയപുത്രനെ പാപികളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചത്. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ ഇരിക്കുന്ന ഒരുവനും ഭൂമിയിൽ ഇല്ലാതിരിക്കെ ആകെ ഇരിക്കുന്നത് 12 എണ്ണവ. അതിലൊരുവൻ അടുത്ത ദിവസം ഇവനെ 12 വെള്ളിക്കാശിന് 30 വെള്ളിക്കാശ് അല്ലേ, 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത് ആളെ നിലം മേടിക്കാൻ പോകുന്നിരിക്കുന്ന ഒരു യൂദ. ഏത് നേരത്തും സ്ഥിരതയില്ലാതിരിക്കുന്ന പത്രോസും ഏത് പ്രതിസന്ധിയുടെ നടുവിലും അരികിൽ ചേർന്ന് നിൽക്കുന്ന യോഹന്നാനും ശ്രദ്ധിച്ചു കേട്ടു കർത്താവ് പറയുന്നു ഓരോന്ന്. എന്നാൽ മനസ്സിലാക്കണം, വന്നത് ദൈവപുത്രനായിരുന്നു. നാം ഭാവികളായിരുന്നത് കൊണ്ട് നമ്മുടെ കയ്യാൽ അവനെ തകർക്കുവാൻ പിതാവ് പ്രസാദിച്ചു. ഒരു ഹേരോദാവിന്റെയും പീലാത്തോസിന്റെയും പുരോഹിതന്മാരുടെയും അവന്റെ പടയാളികളുടെ നേരെ ഒരു മനുഷ്യൻ പോലും വിരൽ ചൂണ്ടിയേക്കരുത്. നീ നിന്നെ തന്നെ വിരൽ ചൂണ്ടുന്നത്. ആമേൻ. ഈ തലമുറയിലാണ് ക്രിസ്തു വരുന്നതെങ്കിൽ പാപത്തിന് പരിഹാരം വരികയോ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വരികയോ ചെയ്തില്ലായിരുന്നെങ്കിൽ 2000 വർഷം മുമ്പ് നടന്നത് ഇന്നും നടക്കും. ഇന്നേക്ക് 100 വർഷം കഴിഞ്ഞാലും 1000 വർഷം കഴിഞ്ഞാലും പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്നില്ലെങ്കിൽ ദൈവപുത്രൻ ക്രൂശിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരു മാറ്റമില്ല. സംശയമുണ്ടോ? ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം. അവിടെ എന്താണ് പറയുന്നത്? നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ തിരിച്ചു പ്രതികരിക്കുന്ന ഒരു പിതാവ് തന്നെയാണോ സ്വർഗത്തിലുള്ളത്? അനുഭവമുള്ളവൻ പുത്രനാകുന്ന ക്രിസ്തു പിതാവിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിച്ചാൽ പിതാവിന്റെ സ്നേഹത്തിന്റെ കവാടം എനിക്ക് വേണ്ടി തുറക്കും. മനസ്സിലാകുന്നുണ്ടോ? പിതാവ് എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാ? പറഞ്ഞേ. ഇടിവെട്ടുന്നുണ്ട്, പേടിയുണ്ടോ? നിന്റെ തലക്ക് ഇടിവെട്ടു നിനക്ക് പേടിയുണ്ടോ? വഴിയിലിറങ്ങിയാ നീ തീർന്നു പോകുന്നു, പേടിയുണ്ടോ? മനസ്സിലാക്കണം, നിന്റെ വേല തികയ്ക്കാൻ നിന്റെ മേൽ ഒരനർത്ഥവും വരത്തില്ല. ഒന്ന്. രണ്ടാമത്, വേല തികച്ച് ദൈവരാജ്യത്തിൽ ചെന്ന് നീ പ്രതിഫലം മേടിക്കണം. ഹല്ലേലൂയ. ഈ പ്രതിസന്ധികളുടെ നടുവിൽ പുത്രനെ അംഗീകരിച്ചവനെല്ലാം പിതാവിന്റെ സ്നേഹത്തിന്റെ കീഴിലാകട്ടോ. അവനെ ആർക്കും തൊടുവാൻ കഴിയത്തില്ല. വായിച്ചോ. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു. പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നു. ഇത് കേൾക്കും പരിശുദ്ധാത്മാവ് അന്ന് വന്നിട്ടില്ലായിരുന്ന ശിഷ്യഗണങ്ങൾ ഇതിൽ കഥ കേൾക്കുന്ന പോലെ കേട്ട് മറന്നുപോയി. അവരെ ഓർപ്പിച്ചത് പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞപ്പോഴാണ്. അവർക്ക് മനസ്സിലായത് ഇത് ഈ പറഞ്ഞതൊക്കെ ഇതായിരുന്നു. അവൻ വന്നു, തികച്ചും മടങ്ങിപ്പോയി. എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? വായിച്ചേ. അതിന് അവന്റെ ശിഷ്യന്മാർ, ഇപ്പോൾ നീ സദൃശം ഒന്നും
പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു. നീ സകലവും അറിയുന്നു എന്നും ആരും നിന്നോട് ചോദിക്കുവാൻ നിനക്ക് ആവശ്യമില്ല എന്ന് ഞങ്ങൾ ഇപ്പോൾ അറിയുന്നു. ഇതിനാൽ നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ഭാഗം ഒന്നും കൂടെ വായിച്ച വായിച്ച വാക്യങ്ങൾ ഒന്നും കൂടെ വായിച്ചു. സകലവും അറിയുന്നു എന്നും ആരും നിന്നോട് ചോദിക്കുവാൻ നിനക്ക് ആവശ്യമില്ല എന്ന് ഞങ്ങൾ ഇപ്പോൾ അറിയുന്നു. ഇതിനാൽ നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോവുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വന്നുമിരിക്കുന്നു. പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ലതാനും നിങ്ങൾക്ക് എന്നെ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു, സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കണം, അതുവരെയും ഒരു പൂർണ്ണത അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു പൂർണ്ണത വരുന്നത് പരിശുദ്ധാത്മാവിൽ വരുമ്പോഴാണ്. പരിശുദ്ധാത്മാവിൽ വരാതിരിക്കുമ്പോൾ പത്രോസ് അവിടെ പറയുന്ന കാര്യം എന്താണ്? സ്തോത്രം, യേശു, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ വായിക്കുന്നത് സ്തോത്രം, യേശു അവരോട്, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. 32-ാം വാക്യം, നിങ്ങൾ ഓരോരുത്തൻ താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകും എന്ന് എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വന്നുമിരിക്കുന്നു. പിതാവ് എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ലതാനും. ഇത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോഴാണ് യോഹന്നാൻ അപ്പോസ്തലന് മനസ്സിലായത്. കർത്താവായ യേശു ക്രിസ്തു അവസാന സമയങ്ങളിൽ ഞങ്ങളെല്ലാം ചെതറിപ്പോയപ്പോൾ കർത്താവ് ഏകനാണെന്ന് വിചാരിച്ച മറ്റു സുവിശേഷങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. എന്നാൽ കർത്താവ് ഏകനല്ല, തന്നോടുകൂടെ പിതാവായ ദൈവമുണ്ട്. അതുകൊണ്ട് താൻ ഏകനല്ല എന്ന് യേശു ക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്: തന്നെ അയച്ചവൻ തന്നോടുകൂടെ ഇരുന്ന് തന്റെ പ്രവൃത്തി നിവർത്തിക്കുന്ന ആ വലിയ ശുശ്രൂഷയുടെ തലമാണ് കർത്താവായ യേശു ക്രിസ്തു അന്ന് അവരോട് പറഞ്ഞത് എന്ന് യോഹന്നാന് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആരും കർത്താവിനോട് കൂടെ ഇല്ല, അവരോട് കൂടെ ഇരിക്കരുത്. ശ്രദ്ധിക്കണം കേട്ടോ. കർത്താവ് നിന്നിൽ ആരംഭിക്കുന്ന ഒരു കാര്യം ദൈവികമാണെങ്കിൽ നിന്നോടുകൂടെ ആരെയും ഇരുത്തത്തില്ല. ദൈവം നിന്നോടുകൂടെ ഇരുന്ന് ആ പ്രവൃത്തി കർത്താവ് നിന്നെ നിവർത്തിക്കുക തന്നെ ചെയ്യും. ആമേൻ. ആരുടെ അകമ്പടി നിനക്ക് ആവശ്യമില്ല. നിന്നെ കർത്താവ് തെരഞ്ഞെടുത്തതാണെങ്കിൽ ആരുടെ അകമ്പടി നിനക്ക് ആവശ്യം ഇല്ല. മനസ്സിലാക്കണം. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ ഒരു നാളും വിട്ടു പോകത്തില്ല, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് പറയും. അപ്പോൾ കർത്താവ് പറഞ്ഞത് എന്നാന്നറിയാവോ? പറഞ്ഞു, നീ അത് എന്നിൽ നിന്ന് വിട്ടുപോകുക മാത്രമല്ല, പിന്നെ എന്നാ ചെയ്യും? നീ എന്നെ തള്ളിപ്പറയുകയും ചെയ്യുമെന്ന് പറയും. കാര്യം, പുത്രന്റെ ശരീരയാഗമെന്ന ശ്രേഷ്ഠ ശുശ്രൂഷ ലോകത്തിന്റെ അധിപതികളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെടുകയും അവരാൽ തകർക്കപ്പെടുകയും ചെയ്യണം. അത് പിതാവിന്റെ ഇഷ്ടമാണ്. അതിന്റെ ഇടയിൽ ഒരു മാനുഷിക കരം ചലിക്കുവാൻ പാടില്ല. ഹല്ലേലൂയ. ആ വാക്യം ശ്രദ്ധിച്ചോ. അവിടെ വായിക്കുന്ന എന്താണ്? നിങ്ങൾ എന്നെ ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വന്നുമിരിക്കുന്നു. പിതാവ് എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ, കർത്താവിനെ പിടിക്കുവാൻ തീവെട്ടി പന്തങ്ങളുമായിട്ട് കടന്നു വന്ന ഒരു രംഗമുണ്ട് അല്ലേ? അതിന് 18-ാം അധ്യായം നമ്മൾ കാണുന്നത് അങ്ങനെയാ. അതിന്റെ അവിടെ വന്ന് ചോദിക്കുമ്പോൾ സ്തോത്രം, അതിന്റെ 18-ന്റെ സ്തോത്രം അതിന്റെ 3 മുതൽ വായിച്ചേ. 18-ന്റെ 3 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം വായിച്ചോ. പുരോഹിതന്മാരും പരീശന്മാരും അയച്ച സേവകന്മാരും കൂട്ടിക്കൊണ്ടുവന്നു തീവെട്ടി ബന്ധങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു. യേശു തനിക്ക് നേരിടുവാനുള്ളത് എല്ലാം
അറിഞ്ഞു. ആ. പുറത്തു ചെന്ന് നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. കണ്ടോ, പുറത്തു വന്ന് നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. നസറേയനായ യേശുവിനെ എന്ന് അവർ ഉത്തരം നസറേയനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞു. അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. അടുത്ത വായിച്ചോ. അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദയും അവരോട് കൂടെ നിന്നിരുന്നു. അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദയും അവനോട് കൂടെ നിന്നിരുന്നു. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ കണ്ടോ, ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി ആ. നിലത്തു വീണു. അവർ പിൻവാങ്ങി നിലത്തു വീണു. നിലത്ത് വീണു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളിത് പല പ്രസംഗങ്ങളും ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവർ പിൻവാങ്ങി നിലത്ത് വീണു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ വായിച്ച വാക്യത്തിൽ എന്താ പറയുക? നിങ്ങൾ എല്ലാവരും എന്നെ വിട്ടിട്ട് പോകുമ്പോഴും അവൻ എന്നോട് കൂടി ഇരിക്കും. ആര്? പിതാവ് പുത്രനാകുന്ന കർത്താവിനോട് കൂടി ഇരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, തീവട്ടിപ്പന്തങ്ങളുമായിട്ട് യൂദ ഒരു കൂട്ടരെ വിളിച്ചുകൊണ്ട് കർത്താവിനെ പിടിക്കുവാനായിട്ട് വന്നു. അന്ന് യൂദ ലക്ഷ്യം വെച്ച് വന്നത് കർത്താവിനെ ആണെങ്കിൽ കർത്താവിന്റെ കൂടെ ആരുണ്ടായിരുന്നു? പിതാവായ ദൈവം നിൽപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. പുത്രന്റെ മുഖത്ത് ചുംബിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ചുംബനം കൊണ്ടോ നീ കാണിച്ചു കൊടുക്കുന്നത്? പുത്രനെ ചുംബിക്കാനാ യൂദായിക്ക് പറ്റിയുള്ളൂ. നീ പിതാവിനെ ചുംബിക്കണമെന്നുണ്ടെങ്കിൽ പുത്രനാകുന്ന യേശു ക്രിസ്തു പിതാവിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് നീ വിശ്വസിച്ചാൽ മാത്രമാ പിതാവ് നിന്നെ സ്നേഹിക്കുന്നുള്ളൂ. ആ സ്നേഹത്തിന് അർഹത ലഭിക്കാതെയാണ് യൂദാ പുറത്തു പോയത്. ശ്രദ്ധിക്കണമേ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ പിതാവ് അംഗീകരിക്കണം. പുത്രനെ കൂടാതെ ഒരു അംഗീകാരവും പിതാവിൽ നിന്ന് നമ്മളിലേക്ക് വരത്തില്ല. പുത്രനെ കൂടാതെ ഒരു അംഗീകാരവും പിതാവിൽ നിന്ന് നമ്മളിലേക്ക് വരത്തില്ലെന്ന്. പുത്രനാകുന്ന യേശു ക്രിസ്തുവാണ് സകലത്തിനും അടിസ്ഥാനം, സകലത്തിനും വീണ്ടെടുപ്പിനും സകലത്തിനും കാരണഭൂതനുമാകുന്നവൻ ഏകനേ ഉള്ളൂ. അവൻ കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക പരിശുദ്ധ നാമമാണവൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ വാക്യം വായിക്കുമ്പോൾ സ്വന്തം മനസ്സിലാക്കേണ്ടത് കർത്താവ് അവരോടുകൂടി ഉണ്ടായിരുന്നു. പിതാവായ ദൈവം അവരോടുകൂടി ഉണ്ടായിരുന്നു. ആ ഗത്സമന തോട്ടത്തിലുണ്ടായിരുന്നു. കർത്താവ് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അവൻ ഏകനല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അവിടെ നിന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അവിടെ ചോദിക്കുന്നുണ്ട്, ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് അല്പനേരം കൂടെ ഒരുങ്ങിയിരുന്ന് പ്രാർത്ഥിക്കാൻ മേലായിരുന്നോ? അല്പനാഴിക പോലും നിങ്ങൾക്ക് ഉണർന്നിരിക്കുവാൻ കഴിയത്തില്ലേ? മനസ്സിലാകണം, കഴിയത്തില്ല. അവർ കഴിയാതിരിക്കുമ്പോഴും അവനെ ബലപ്പെടുത്തേണ്ടതിന് കർത്താവിന്റെ ദൂതൻ അവനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പിതാവായ ദൈവം ആളെ ക്രിസ്തുവിനോട് കൂടെ അവിടെ വസിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, കർത്താവ് ചെയ്ത ശുശ്രൂഷകളിലെല്ലാം പിതാവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പിതാവിന്റെ സാന്നിധ്യത്തോടു കൂടെയാണ് എല്ലാ അത്ഭുതങ്ങളും അവിടെ നടന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുകയും പുത്രനാകുന്ന യേശു കർത്താവ് നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മളോടുകൂടെ ഇറങ്ങി വരികയും ചെയ്യുന്നതാണ് പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു അഭിഷേകം പ്രാപിച്ച തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ അവരോടുകൂടെ ഇരിക്കും. അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെല്ലാം ശക്തമായിരിക്കും, അധികാരമുള്ളതായിരിക്കും. നമ്മുടെ വായിലെ വാക്കുകൾ അധികാരമുള്ളത്, നമ്മുടെ വായിലെ വാക്കുകൾക്ക് ശക്തിയുള്ളത്. ഇതിനെ ശക്തിയായും അധികാരമാക്കി തീർക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിന് ശക്തിയുള്ളത്. അത് പ്രസംഗിക്കുന്നവരുടെ വായിൽ അധികാരമുള്ളത്. അതിനെ നൽകുന്നവൻ ദൈവമാണ്. ശുശ്രൂഷിക്കുന്നവരുടെ കൂടെ ക്രിസ്തു നിൽക്കുന്നുണ്ട്. അത് ദൈവം ചെയ്തുകൊണ്ടാണ്. ആമേൻ. വായിച്ചാട്ടെ. നമ്മൾ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മടങ്ങി വന്നു. അപ്പോൾ തന്നെ നമുക്ക് മറ്റൊരു ഭാഗത്ത് നമുക്കൊന്ന് ചിന്തിക്കും. യോഹന്നാൻ എഴുതിയ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. യോഹന്നാൻ എഴുതിയ ലേഖനം, നമ്മൾ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. സ്തോത്രം. അതിന്റെ 1-ാം അധ്യായം, യോഹന്നാൻ എഴുതിയ ലേഖനം, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 7 മുതൽ വായിച്ചാട്ടെ. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം. അത്
അത് അവനിലും ആ. നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യവെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. പ്രകാശിക്കുന്നു. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും വെളിച്ചത്തിലിരിക്കുക എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. ശ്രദ്ധിക്കണം, സഹോദരനെ പകയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഇരുട്ടിലാണ്. അവൻ ഇരുട്ടിലാണ്. നമ്മൾ വായിച്ച ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നിൽക്കട്ടെ, മറിക്കണ്ട. നമ്മൾ വായിച്ചു വന്ന ഭാഗത്തിൻ്റെ അകത്ത് കർത്താവ് പറഞ്ഞല്ലോ, ഞാനൊരു പുതിയ കൽപ്പനയാണ് തരുന്നത്. 13-ാം അധ്യായം അതിന്റെ 31 മുതൽ വായിക്കുമ്പോൾ, ഞാനൊരു പുതിയ കൽപ്പനയാണ് നൽകുന്നത്. തരുന്നതെന്നാ? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ലേഖനത്തിൽ വന്നപ്പോൾ അത് വീണ്ടും അത് ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ സ്തോത്രം. അതിന്റെ അവിടെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? അതിന്റെ 38-ാം വാക്യം 13-37 മുതൽ നോക്കുന്നു വായിക്കാം. അവിടെ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 13:37. പത്രോസ് അവനോട്, കർത്താവേ, ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിക്കുവാൻ കഴിയാത്തത് എന്ത്? ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വച്ചു കളയും എന്ന് പറഞ്ഞു. അടുത്തതിന് മറുപടി എന്താ കർത്താവ്? അതിന് യേശു നിന്റെ ജീവനെ എനിക്ക് വേണ്ടി വച്ചു കളയും. അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ? നീ എനിക്ക് വേണ്ടി വെച്ച് കളയുമോന്ന് ക്വസ്റ്റ്യൻ മാർക്ക്. ഓ, നീ ആത്മാവ്, എന്റെ ആത്മാവ് നിന്നിൽ വരാതെ ജഡം എത്ര പ്രശംസിച്ചാലും ശരി കേട്ടോ, ദൈവം അംഗീകരിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ നീ എത്ര കാണിച്ചാലും, എത്ര പ്രവർത്തിച്ചാലും, എത്ര ശുശ്രൂഷ എന്ന് കണ്ട് കാണിച്ചാലും ശരി, ദൈവം നിന്നെ അംഗീകരിക്കത്തില്ല. ആമേൻ. ആ ഭാഗം ശ്രദ്ധിച്ച്. ആ പറയുന്നത് എന്താണ്? വെച്ച് കളയുമോ? നിന്റെ ജീവനെ എനിക്ക് വേണ്ടി വച്ചു കളയുമോ? ഞാൻ നിന്നോട് പറയുന്നു, നീ 3 പ്രാവശ്യം നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും മുമ്പേ കോഴി കൂവിയില്ല എന്ന് പറഞ്ഞു. കണ്ടോ? 3 വട്ടം എന്നെ തള്ളി പറയാതെ കോഴി കൂവുകയില്ലെന്ന് പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അതിന് വേറൊരു മാറ്റമില്ല. കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അതിന് വേറൊരു മാറ്റം ഒരിക്കലും ഇല്ല. ആമേൻ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വാക്യത്തിന്റെ അകത്ത് അവിടെ പറയുന്നത് എന്താണ്? സ്തോത്രം. നീ എന്നെ തള്ളി പറയും, പരിശുദ്ധാത്മാവ് നിന്നിലില്ല. അപ്പോൾ പത്രോസ് വിചാരിക്കുന്നത്, ഞാൻ ഇവിടെ എൻ്റെ ജഡം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒരു കാര്യം പറഞ്ഞാൽ അത് അംഗീകാരമാകുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ വചനത്തിന് നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവില്ലാതെ പത്രോസ് എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവും ദൈവസന്നിധി അംഗീകരിക്കുന്നില്ല. കർത്താവ് അംഗീകരിക്കുന്നില്ല. കർത്താവ് ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത്. നമ്മളിവിടെ വായിച്ചല്ലോ, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് വിചാരിച്ച്, ഞാൻ നിന്നേക്ക് വേണ്ടി ആരുടെ കാത് വെട്ടാനും റെഡിയാ, തല വെട്ടാനും റെഡിയാന്ന്. കർത്താവ് പറഞ്ഞു, മകനെ, നിന്റെ വാള് നിന്റെ ഉറയിൽ ഇട്ടാ മതി. ഞാൻ എൻ്റെ രാജ്യം പണിയുവാൻ എൻ്റെ ആത്മാവിനാൽ പണിയുകയാണ്. ഇതിൻ്റെ അകത്ത് നിനക്ക് അംശം വേണമെന്നുണ്ടെങ്കിൽ, നിനക്ക് ഓഹരി വേണമെന്നുണ്ടെങ്കിൽ നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചേ പറ്റൂ. നീ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി കാത്തിരുന്നേ പറ്റൂ. അതിനു മുമ്പ് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി നീ കാത്തിരിക്കുന്നതിന് മുമ്പ് നിന്നിൽ പരിശുദ്ധാത്മാവ് വരണമെന്നുണ്ടെങ്കിൽ, മകനെ, ഞാൻ അറുക്കപ്പെട്ടാലേ കഴിയത്തുള്ളൂ. നിന്റെ കുറവുകൾ തീർക്കുന്ന ഒരു യാഗം പിതാവിന്റെ സന്നിധിയിൽ വരണം. അതാണ് എൻ്റെ ശരീരയാഗമെന്ന് യേശു ക്രിസ്തു വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഒരു പ്രവൃത്തിയും കാരണമല്ല, നമ്മുടെ ഒരു സമർപ്പണവും കാരണമല്ല. സമർപ്പിക്കാതെ പറ്റത്തില്ല, എന്റെ ശക്തി ഇല്ലാതെ പറ്റത്തില്ല. പക്ഷേ ഞാൻ സമർപ്പിക്കാൻ എനിക്കൊരു ശക്തി ആവശ്യമല്ലേ, ദൈവകൃപ ആവശ്യമല്ലേ? മനസ്സിലാക്കണം, ദൈവകൃപയിൽ നിന്നാൽ മാത്രമേ നമുക്കത് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. യേശു ക്രിസ്തുവിന്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽ നേരം മനസ്സിലാക്കണം, നമ്മുടെ ബുദ്ധി കൊണ്ടൊന്നും ദൈവരാജ്യത്തിൽ പോകാൻ പറ്റില്ല. കാകളതൊരും കേട്ട നിന്റെ ജഡത്തിൽ നീ എന്തൊക്കെ സംബന്ധിച്ച് വെച്ചാലും അതൊന്നും നിന്നെ അങ്ങോട്ട് എത്തിക്കത്തില്ല. പരിശുദ്ധാത്മ അഭിഷേകമില്ലാതെ, ആത്മ നിറവില്ലാതെ നീ സമ്പാദിച്ചെന്ന് ഞാൻ പറയുന്നത് പണമോ പൊന്നൊന്നുമല്ല. നിന്റെ വിദ്യാഭ്യാസമോ നിന്റെ അറിവോ നിന്റെ ആരോഗ്യമോ ഇതൊന്നും നിന്റെ ശരീരത്തിന്റെ രൂപാന്തരത്തിന് കാരണമല്ല.
അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞു വേണം ഇടപെടുവാൻ. പത്രോസ് വിചാരിച്ചു, ഞാൻ ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവരെക്കാളെല്ലാം പ്രായമുള്ളവനാ, ഞാനൊരു തീരുമാനം എടുക്കണം. ജഡത്തിലൊരു തീരുമാനമെടുത്തു. അത് കർത്താവിന്റെ ചെവിയിലേക്ക് ഇട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, നീയേ എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, എപ്പോ എന്നെ തള്ളി പറയൂ എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ പത്രോസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവന്റെ സ്തോത്രം ഹല്ലേലൂയ, കാറ്റ് ഹല്ലേലൂയ സ്തോത്രം പോയതുപോലെയാണ് അവിടെ നിൽക്കുന്നത്. ആമേൻ സ്തോത്രം. ദൈവസന്നിധി നമ്മളത് ചിന്തിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അതിന്റെ അടുത്ത വാക്യം നമ്മൾ അവിടെ ശ്രദ്ധിക്കുമ്പോൾ സ്തോത്രം നമ്മൾ അവിടെ വായിച്ചു. എന്താണ് ഇവിടെ നടന്നത് നമ്മൾ മനസ്സിലാക്കി. പുതിയൊരു കൽപ്പനയാണ് കർത്താവ് ഇവിടെ നൽകുന്നത്. യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ 1 യോഹന്നാൻ സ്തോത്രം 2-ാം അധ്യായം നമ്മൾ 7 മുതലാണ് വായിച്ചത്. ആമേൻ. വായിച്ചാട്ടെ. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം. അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യവെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സഹോദരനെ പകയ്ക്കുകയും സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവന് കാരണമില്ല. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കുന്നു. അല്ലേ? അവിടെ വായിക്കുന്ന വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. അപ്പോൾ സഹോദരനെ സ്നേഹിക്കുന്നു പറയാൻ പറ്റും. പത്രോസ് പറഞ്ഞ പോലെ കർത്താവെ ഞാൻ വിട്ടുപോകില്ലെന്ന് പറയാൻ പറ്റും. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നാലാ കർത്താവിന് വേണ്ടി നിൽക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ദൈവകൃപയുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് സഹോദരനെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. സാത്താൻ പലപ്പോഴും സാഹോദര്യ സ്നേഹം എടുത്തു കളയുവാൻ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ അനേകർ വീണുപോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനേകർ കർത്താവിന്റെ പദ്ധതിയിൽ വരാൻ കഴിയാതിരിക്കുകയാണ്. ഇത് തന്നെയാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിച്ച തെസ്സലോനിക്ക ലേഖനത്തിന്റെ അകത്ത് കാണുന്നത്. തെസ്സലോനിക്ക ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് സ്തോത്രം എന്താണ്? സ്തോത്രം അവിടെ വായിക്കുന്നത് അതിന്റെ 4-ന്റെ 2-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. തെസ്സലോനിക്ക എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അടുത്തത്, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിക്ക് കാമവികാരത്തിലല്ല. ശ്രദ്ധിക്കണം കേട്ടോ. ഈ സഹോദരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ സ്നേഹം ഒരിക്കലും കാമമല്ല, അതിന്റെ പേര് അഗാപ്പെ എന്നാണ്. പിതാവ് തന്റെ പ്രിയപുത്രനെ നൽകിയ സ്നേഹമുണ്ട്, അതാണ് ഇവിടെ വെളിപ്പെടേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? തെസ്സലോനിക്കർക്ക് ലേഖനത്തിന്റെ അത് വ്യക്തമായിട്ട് പറയുന്നതാണ്. എന്താണ് ഇവിടെ പറയുന്നത്? കാമവികാരത്തിലല്ല. വായിച്ചോ. ജാതികളെ പോലെ കാമവികാരത്തിലല്ല, കണ്ടോ? അപ്പോൾ ഓരോരുത്തർ അവരവരുടെ വിശുദ്ധി അവരവർ സൂക്ഷിക്കണം. നിങ്ങൾക്ക് തമ്മിൽ ആരുടെയും വിശുദ്ധി വഹിക്കാൻ പറ്റത്തില്ല, ആരുടെ വിശുദ്ധി സൂക്ഷിക്കാൻ പറ്റത്തില്ല. നിനക്ക് വ്യക്തിപരമായ വിശുദ്ധനായി തീരാനേ കഴിയത്തുള്ളൂ. എന്നാൽ നീ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. വായിച്ചേ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും ആ സഹോദരനെ ചതിക്കുകയും അരുത്. കാമവികാരത്തിലല്ല കേട്ടോ, കാമവികാരത്തിലല്ല കേട്ടോ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായത്. സഹോദരനെ ചതിക്കരുത്, സഹോദരനെ വഞ്ചിക്കരുത്. ഈ കാര്യം വളരെ സൂക്ഷിച്ചോണം. അപ്പോൾ സഹോദരനെ പകയ്ക്കുകയും സഹോദരനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നു. ഇന്നാൾ ഇരുട്ടിലായിരിക്കുന്നതിന് കാരണം മനസ്സിലായോ? നീ സഹോദരനെ പകയ്ക്കുന്നത് എങ്ങനെയാണ്? അവന്റെ വിശുദ്ധി നശിപ്പിക്കുവാൻ, അവന്റെ കൃപ നശിപ്പിക്കുവാൻ, അവൻ പ്രാപിച്ചിരിക്കുന്ന നന്മ നശിപ്പിക്കുവാൻ കടന്നു വരുന്നവൻ എത്ര വലിയവനാണെങ്കിലും അവൻ ഇരുട്ടിലായിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അവൻ ഇന്നുവരെയും ഇരുട്ടിലാണ് ഇരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ, ഇരുട്ട് അല്ലെ. ആ വാക്യം നിങ്ങളുടെ വാക്യം, പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയാം. അതിന്റെ സ്തോത്രം, വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം
ഇരുട്ടിലിരിക്കുന്നു അല്ലേ? അടുത്ത വാക്യം. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും അല്ല, യോഹന്നാൻ എഴുതിയ ലേഖനമാണ് വായിച്ചേ. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. വെളിച്ചത്തിലിരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പഴിക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. സഹോദരന്മാരെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. ആമേൻ. ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. വായിച്ചാട്ടെ. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇരുട്ടിലിരിക്കുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നവരെ ആരാണ്? ദൈവസ്നേഹമില്ല. അവർ സഹോദരനെ വഞ്ചിക്കാൻ തുടങ്ങുന്നുണ്ട്. രണ്ടാമത് അവൻ കാമാർത്തിയിലാണ് നടക്കുന്നത്. സിനിമയുടെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവന്റെ ജഡത്തിലെ മോഹങ്ങൾക്ക് ഒത്തവണ്ണം അവൻ നടക്കുകയാണ്. ഓരോരുത്തർ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമാർത്തിയിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്റെ പാത്രം. വിശുദ്ധീകരണത്തിലും മാനത്തിലും ഇത് രണ്ട് കാര്യത്തിനും പ്രാധാന്യമുണ്ട്. ഒന്ന്, നമ്മൾ ശ്രദ്ധിക്കുന്നു ഇരുട്ടിൽ അത്ര ഇരിക്കുന്നത്. അങ്ങനെയല്ല നമ്മൾ വായിച്ച്. സഹോദരനെ സ്നേഹിക്കുന്നു, വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവന് കാരണമില്ല. സഹോദരനെ പായിക്കുന്നതിന് ഇരുട്ടിലിരിക്കുന്നു. ഇരുട്ടിലിരുന്നാൽ എന്നാ പറ്റുന്നേ? നമുക്ക് മനസ്സിലാക്കേണ്ട 4-ാം അധ്യായം, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം. സ്തോത്രം. അതിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചേ. 1 യോഹന്നാൻ 4:18. സ്നേഹത്തിന് ഭയമില്ല, അപ്പോൾ ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ എന്തർത്ഥത്തിലാണ് ഭയപ്പെടുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വസിക്കാത്ത എല്ലാവരുടെ ജീവിതത്തിൽ ഈ നടുക്കവും ഭയവും വിട്ടുമാറത്തില്ല. കാര്യം അവന്റെ മനസാക്ഷി അവനെ എപ്പോഴും കുറ്റം വിധിച്ചുകൊണ്ടിരിക്കും. നീ സഹോദരനെ സ്നേഹിക്കുന്നില്ല, നീ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമല്ല, പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ കൃത്യമല്ല, നീ ദൈവകൃപയിലല്ല, പരിശുദ്ധാത്മാവിന്റെ നിറവിലല്ല എന്ന് അവനെ ഭരിക്കുന്നതിന്റെ പേരാണ് ഇരുട്ട് എന്ന് പറയുന്നത്. ആ ഇരുട്ട് ഭയത്തെ പുറപ്പെടുവിക്കുകയാണ് അല്ലേ? അങ്ങനെയല്ല അവിടെ വായിക്കുന്നേ. അവിടെ വായിക്കുന്ന എന്താണ്? സ്നേഹത്തില് ഭയമില്ല. സ്നേഹത്തിൽ വസിച്ച അവിടെ ഭയമില്ല കേട്ടോ. വല്ല ഭയമുണ്ടോ? ദൈവ സ്നേഹത്തിൽ വസിച്ചാൽ നിനക്ക് ഭയമില്ല. അപ്പോൾ ചോദിക്കുന്നു, സ്തോത്രം, ഹാളൽ നിന്നെ സഹോദരനും വഞ്ചിച്ചാലോ? അത് അവൻ കണക്ക് ബോധിപ്പിച്ചോ? സഹോദരൻ നിന്നെ വഞ്ചിച്ചാൽ സഹോദരൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിൽ ആരും നിങ്ങളെ ചതിക്കരുതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക ലേഖനത്തിന്റെ അത് പറയുന്നത്. നമ്മൾ ആ വാക്യം ശ്രദ്ധിക്കണം. അവിടെ പറയുന്നത് ഭയത്തിന്, സ്നേഹത്തിന് ഭയമില്ല, ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ. അപ്പോൾ ഒരു കാര്യം പറയും, ഈ തികഞ്ഞ സ്നേഹം വരാത്ത എന്നാന്നറിയാവോ? ചിലർക്ക് ചില കാര്യങ്ങളിലൊക്കെ ചിലരോട് ഐക്യത സ്നേഹമുണ്ട്, മറ്റു ചിലരോട് സ്നേഹം ഐക്യതയില്ല. അപ്പൊ പാതി ഹൃദയത്തോടു കൂടെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവം? ഇരുട്ട് കയറും ജീവിതത്തില്. ആരുടെ ജീവിതത്തിലാണ് ഇരുട്ട് കയറുന്നതെന്ന് അറിയാവോ? സ്നേഹമില്ലാത്തവന്റെ ജീവിതത്തിലാണ് ഇരുട്ട് കയറുന്നത്. ആരുടെ ജീവിതത്തിലാ ദണ്ഡനവും പീഡനവും കടന്നു വരുന്നതെന്നറിയാവോ? സ്നേഹമില്ലാത്തവന്റെ ജീവിതത്തിലാണ് ഇത് വരുന്നത്. ഹല്ലേലൂയ. അടുത്തത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ. സ്തോത്രം. അടുത്ത വയസ്സിക്കുന്ന ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. അടുത്ത വാക്യം. കണ്ടു, ആദ്യം അവൻ നമ്മെ സ്നേഹിച്ചു. അതാണ് നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ അകത്ത് പറയുന്നത്. ഞാൻ പിതാവിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. കണ്ടോ, പിതാവ് എന്നെ സ്നേഹിക്കുന്ന ക്രിസ്തു ദൈവപുത്രനാണ്. അവനെ പിതാവ് അയച്ചതാണ്. അവൻ പിതാവിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ പിതാവായ ദൈവം പുത്രൻ മുഖാന്തരമല്ലാതെ തന്നെ നേരിട്ട് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ സ്നേഹം ഹൃദയത്തിലെ തികഞ്ഞ അനുഭവമാണെങ്കിൽ അവിടെ നിന്നെ ഭയപ്പെടുത്തുവാൻ ഒന്നിനും സാധ്യമല്ല. ഒന്നിനും നിന്നെ ഭയപ്പെടുത്തുവാൻ കഴിയത്തില്ല. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന സ്തോത്രം അവിടെ വായിക്കുന്നത് തികഞ്ഞ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ വസിക്കുന്നില്ല. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ കണ്ടോ. എടുത്ത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ അകത്തും യോഹന്നാൻ ലേഖനത്തിന്റെ അകത്തൊക്കെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, സഹോദരനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും
പഴക്കുകയും ചെയ്താൽ. എന്തുകൊണ്ടാ? യോഹന്നാൻ നോക്കുമ്പോൾ പത്രോസ് ചാടിക്കേറി എല്ലാത്തിനും ആൻസർ പറയുന്ന ഒരു പത്രോസ് പറയുക, കർത്താവെ ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു കളയാൻ തയ്യാറാണ് പറയാം. നീ എന്റെ തള്ളി പറഞ്ഞിട്ട് കോഴി 3 വട്ടം കൂവത്തുള്ളൂ. ഇത് യോഹന്നാൻ കേട്ടപ്പോ മനസ്സിലായി, പത്രോസിന്റെ ഹൃദയത്തിൽ യഥാർത്ഥ സ്നേഹമില്ല. പത്രോസ് തുള്ളാനും ചാടാനും നിൽക്കാനും മീൻ പിടിക്കാനൊക്കെ തയ്യാറാ, പക്ഷെ ഇവന്റെ ഹൃദയത്തിൽ സ്നേഹമില്ലെന്ന് മനസ്സിലാക്കണം കേട്ടോ. ദൈവസ്നേഹമില്ലാതെ എല്ലാം നടത്താം. ഫ്രണ്ടിൽ വന്നിരിക്കാം, സങ്കീർത്തനം പ്രബോധിപ്പിക്കാം, 100 മീറ്റിങ്ങുകൾ നടത്താം, എല്ലാം ചാടി പ്രാർത്ഥിക്കും. നിന്റെ ഹൃദയത്തിൽ ഒരിറ്റ് സ്നേഹം വേണമെന്നില്ല. ഉണ്ടോന്ന് പരിശോധിച്ചോ. സ്നേഹമില്ലേ അക്കരെ നാട്ടിൽ പോകത്തില്ല. ഹല്ലേലൂയ. ആ വാക്യം ശ്രദ്ധിക്കുമ്പോൾ അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട മറ്റൊരു വാക്യം എന്നതിന് അതിന്റെ തൊട്ട് 17-ാം വാക്യം ഒന്ന് വായിച്ചേ. എപ്പോഴത്തേനാ ഈ കാര്യങ്ങളൊക്കെ ഒരുങ്ങുന്നത്? ന്യായവിധി ദിവസത്തില്. നമുക്കിവിടെ ശ്രദ്ധിക്കണേ, മനുഷ്യരെ കളിപ്പിച്ച്, മനുഷ്യരെ മൂടി, മനുഷ്യരെ പ്രസാദിപ്പിച്ച്, മനുഷ്യരുടെ അംഗീകാരം പിടിച്ചു പറ്റി എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ഇതെല്ലാം പൊളിഞ്ഞു പറന്നു പോകുന്ന ഒരു ദിവസമുണ്ട്. എന്നാന്നറിയോ? ന്യായവിധി ദിവസം. മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യരെ ബോധിപ്പിക്കാം, മനുഷ്യരുടെ അംഗീകാരം നമുക്ക് പിടിച്ചടക്കാം, മനുഷ്യരെ എല്ലാ കാര്യത്തിലും അവരുടെ വാക്ക് ഫൈനൽ വാക്കായിട്ടൊക്കെ നിനക്ക് നിൽക്കാം. പക്ഷെ എപ്പോൾ വരെയാണെന്നറിയാവോ? ന്യായവിധി വരെ ഇതുള്ളൂ. അപ്പോൾ അതിനു മുമ്പേ നമ്മുടെ നിത്യത നമ്മൾ ഉറപ്പാക്കിയേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് എന്താണ്? അവൻ ആദ്യം നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ശ്രദ്ധിച്ച ആരാന്ന? കള്ളന്റെ പ്രത്യേകത എന്നാ? അവൻ അപഹരിക്കാനിരിക്കുന്നിടത്ത് അവൻ സൂത്രത്തിൽ കടന്നു വരും. അവൻ സൂത്രത്തിൽ അവന്റെ രൂപഭാവം കൊണ്ട് തന്നെ അവൻ നല്ലവനായിട്ട് കാണിക്കും. പക്ഷെ അവൻ അകമേ കള്ളനാണ്. അവന്റെ രൂപവും ഭാവം അവനെ മറച്ചു വെച്ചുകൊണ്ട് അവൻ ഉദ്ദേശിച്ച കാര്യം നേടിയെടുത്തുകൊണ്ട് മറ്റുള്ളവരെ കവരുവാൻ വരും. ഇത് ഇങ്ങനെയുള്ളവർ ഇന്നും സഭയ്ക്കകത്തുണ്ട്. മനസ്സിലാക്കണം. മറ്റുള്ളവരെ കവർന്നു കളയുവാൻ വരുന്നവർ. ഇതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിന്റെ അകത്തും ഇതേ വിഷയം പറയുന്നത്. ഈ വിഷയം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാവോ? 4-ാം അധ്യായം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ നമ്മളെ പകുതിയാവുമ്പോൾ ഈ കാര്യത്തിൽ നിങ്ങൾ സഹോദരനെ ചതിക്കുകയും അരുത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. ഇതാരാ പ്രതികാരം ചെയ്യുന്നതിനൊക്കെ? മനുഷ്യരല്ല. ഇതിനൊക്കെ പ്രതികാരം ചെയ്യുന്നത് ദൈവം തന്നെയാണ്. കർത്താവ് തന്നെ ഡയറക്റ്റ് ഇതിനോട് പ്രതികാരം ചെയ്യും. ക്രിസ്തു നേരിട്ട് ഇതിനോട് പ്രതികാരം ചെയ്യും. ആരാ? ദൈവ സഭയ്ക്കകത്ത് കള്ള സഹോദരന്റെ വേഷം കെട്ടുന്നെങ്കിൽ, സഹോദരനെ പകയ്ക്കുന്നവനുണ്ടെങ്കിൽ അവനോട് പ്രതികാരം ചെയ്യുന്ന ഒരുവനുണ്ട്. അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു എന്നാണ്. വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, ശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ആകയാൽ ശുദ്ധീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ ശുദ്ധീകരിക്കും. അപ്പൊ സഹോദരനെ പകയ്ക്കുന്നവൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആരെയാ? തന്റെ പരിശുദ്ധാത്മാവില്ലാതെ ഒന്നും ആർക്കും ആരെ സ്നേഹിക്കാൻ പറ്റില്ല കേട്ടോ. പരിശുദ്ധാത്മാവില്ലാതെ ആർക്കും ആരെയും ഇല്ലെങ്കിൽ ഈ കരിക്കട്ട ചുമക്കുന്ന കൊട്ടകളായിട്ട് കുറെ പേര് ഇങ്ങനെ ഇരുട്ട് ചുമന്നുകൊണ്ട് നടക്കും. എന്താ? പരിശുദ്ധാത്മാവില്ല. ശ്രദ്ധിക്കണം. പാപത്തിലായിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവില്ല. സഹോദരന്റെ കുറ്റവും കുറവോ പറഞ്ഞ് നിന്നിൽ പരിശുദ്ധാത്മാവില്ല. ഇനി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടാണ് നീ കുറ്റം പറയുന്നെങ്കിൽ നീ ദുഃഖിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. കാര്യം എന്നെയും അവരെയും എല്ലാം ഈ പദ്ധതിയിൽ കൊണ്ടുവരുവാൻ ദൈവം വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ഹല്ലേലൂയ. ഒന്ന് പരിശോധിച്ചോണേ. ഇന്ന് രാത്രി കർത്താവിന്റെ വരവാണെങ്കിൽ, ഇന്ന് ഈ ആരാധന കഴിഞ്ഞു പോകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവാണെങ്കിൽ, നീ ഇന്ന് അവസാനം കേൾക്കുന്ന പ്രസംഗമായിരിക്കും ഇത്. നീ മാനസാന്തരപ്പെട്ടോ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവിന്റെ വരവാണെങ്കിൽ നീ എന്തായി തീരും? ഹല്ലേലൂയ. ഒരു കാര്യം പറയാം, കർത്താവിന്റെ വരവിന് ശേഷം നീ ഇവിടെ സുഖിക്കാമെന്ന് വിചാരിക്കണ്ട, ജീവിക്കാമെന്ന് വിചാരിക്കണ്ട. ഹല്ലേലൂയ. സ്വാഭാവിക ജീവിതം ഈ ഭൂമിക്ക് വെച്ചിരിക്കുന്നത് ഇവിടെ വിശുദ്ധന്മാരുള്ളത് കൊണ്ട് മാത്രമാണ്. അവരിവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ
പിന്നെ ഈ ഭൂമി ഇതിന്റെ സ്വാഭാവിക സ്ഥിതി നിലനിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല. മനസ്സിലാക്കണം, നീ ഇന്ന് സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയാതെ, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ കഴിയാതെ, പരിശുദ്ധാത്മാവിന് നിന്റെ ഹൃദയം കീഴടങ്ങാതെ നീ മനുഷ്യരെ പ്രസാദിപ്പിച്ചുകൊണ്ട് നടന്നാൽ, മകനെ, നീ നിന്നെ വഞ്ചിക്കുകയാണ്. നീ നിന്നെ വഞ്ചിക്കുകയാണ്. എന്തുകൊണ്ടാണ്? തെസ്സലോനിക്കരുടെ ലേഖനം വായിക്കുമ്പോൾ, സ്തോത്രം, എന്തുകൊണ്ടാണ് അവിടെ വായിക്കുന്നത്? ഇതെല്ലാം പറഞ്ഞിട്ടാണെന്ന് ഓർക്കണം. അതിന്റെ 13-ാം വാക്യം നടന്നുണ്ട്. 13-ാം വാക്യം എന്താ? തെസ്സലോനിക്കരുടെ ലേഖനം 4:13. ഈ ബാക്കിയുള്ളവർക്ക് പ്രത്യാശയില്ല കേട്ടോ. സഹോദരനെ പകയ്ക്കുന്നവനൊന്നും ജീവിതത്തിൽ പ്രത്യാശയില്ല. പ്രത്യാശയുള്ളവൻ അവന്റെ ജീവിതത്തെ ക്രമീകരിച്ചിരിക്കും. ശ്രദ്ധിച്ചോ? ആരാ ശുദ്ധീകരിക്കുന്നതെന്ന് അറിയാവോ? പ്രത്യാശയുള്ളവൻ. നിനക്ക് ഇതുവരെ ഈ സീലിഞ്ഞ് വിട്ട് മോളിൽ പോകുന്നതിനെ കുറിച്ച് നിന്റെ തലച്ചോറി വന്നിട്ടില്ലല്ലോ. അനേകർക്ക് ഈ മേഘത്തിന് വീഴ ചെല്ലുന്നതിനെ കുറിച്ചൊന്നും ഒരു പിടിയില്ല. കാര്യം അവരിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നീ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അല്ലെങ്കിൽ നിന്നിൽ പരിശുദ്ധാത്മാവില്ല. ഇത് രണ്ടിലേതെങ്കിലും ഒന്നാ. ശ്രദ്ധിക്കണം, അവിടെ വായിക്കുന്ന എന്താണ്? സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് അകത്ത് വെളിച്ചമുള്ളവൻ ഭയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. വെളിച്ചത്തിലിരിക്കുന്ന സഹോദരനെ സ്നേഹിക്കുന്നവൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഇരിക്കുന്ന ഒരുവന് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. ഈ പേടി ആർക്കാന്നറിയാവോ? ഈ പിച്ചും പേയും പറയുന്നവൻ. ആത്മീയത്തിലും പിച്ചും പേയും പറയുന്നവരുണ്ട്. ആത്മീയത്തിൽ പിച്ചും പേയും പറയുന്നവനെ ശ്രദ്ധിച്ചോണം. അകത്ത് നിറച്ചിരുട്ട, ജീവിതത്തിൽ ഇരുട്ട, സ്വഭാവത്തിൽ ഇരുട്ട. പിന്നെ എങ്ങനെയാണ് നീ നേരെ ചുവ നിൽക്കുന്നേ? ആമേൻ. എന്താണ് അവിടെ വായിക്കുന്ന വാക്യം? എന്താണ്? മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആരാ? ഇതേ ഓട്ടം തികച്ച നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ കാര്യത്തെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ഓട്ടം തികച്ച വിശുദ്ധന്മാരെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ മാതൃകയാണ് നമ്മുടെ മാതൃക. അവരുടെ അവസാന കാലത്തെ നമ്മൾ ഓർക്കണം, നോക്കണം. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ വലിയൊരു മാതൃകയാണ് സ്വർഗത്തിലെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരനെ സ്നേഹിക്കുവാൻ നമ്മൾ ഇന്ന് പഠിക്കുക. കർത്താവിന്റെ കൃപയിലേക്ക് മടങ്ങി വരിക. വചനം പറയുന്നു, ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല. എത്ര ശ്രദ്ധേയമായ വാക്യമാണ് പറയുന്നത്! എത്രയോ ശ്രദ്ധേയമായ കാര്യമാണ്. അടുത്ത കാര്യം എന്താണ്? അടുത്ത് പറയുന്നത് എന്താണ്? വിശുദ്ധീകരണത്തിലും മാനത്തിലും താനാന്റെ പാത്രത്തെ നേടിക്കൊള്ളത്. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും ചെയ്യരുത്. അത് പറഞ്ഞാൽ എന്താ? നമ്മൾ ഭിന്നതയൊക്കെ സ്വാഭാവികമാണ്. സംഘടനയാണെങ്കിൽ ഭിന്നതയൊക്കെ ഉണ്ടാകും, വേർതിരിവുകളൊക്കെ ഉണ്ടാകും, ജാതി തിരിവ്, സാമ്പത്തിക ശ്രേണിയിലുള്ള തിരിവുകൾ ഉണ്ടാകുമെന്ന് പറയുന്നതാണ് മകനെ ചതി. അങ്ങനെ പറയുകയും അങ്ങനെ പ്രവർത്തിക്കുകയും, അല്ലെ അങ്ങനെ പ്രവർത്തിച്ചിട്ട് അങ്ങനെ പറയുകയും, ഏത് ചെയ്താലും നീ ചതിക്കുകയാണ്. നീ നിന്നെയും ചതിക്കുന്നു, സഹോദരനെയും ചതിക്കുന്നു. നീ നിന്നെ ചതിച്ച് നീ ഇരുട്ടിലിരിക്കുന്നു. സഹോദരൻ വെളിച്ചമുണ്ടെങ്കിൽ നിന്റെ പ്രവൃത്തി മുഖാന്തരം അവൻ ഇരുട്ടിലാകണം. അങ്ങനെ നീയും വീണ്ടും ദൈവത്തിന്റെ ക്രോധത്തിന് കീഴിലേക്ക് പോവുകയാണ്. സഭയ്ക്കകത്ത ഇതൊക്കെ നടക്കുന്നു. കുറെ തുള്ളലും ചാട്ടവും അല്ല ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. ഈ അനുഭവത്തിൽ ഒരുക്കപ്പെട്ട് നിൽക്കുന്നവനെ കൊണ്ടുപോകാൻ യേശു ക്രിസ്തു രണ്ടാമത് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഒരുങ്ങിയിരിക്കട്ടെ. ഒരുക്കം എന്ന് പറഞ്ഞാൽ എന്നതാ പൊട്ടന്മാരെല്ലാം ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഷർട്ടും പാൻറ്റും ഇട്ട് നിൽക്കുന്നതിനെ കുറിച്ചൊക്കെ ചിലർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. നിന്റെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ച് ഒരുങ്ങണം. നിന്റെ ആത്മാവിനോട് ലോകത്തിൽ നിന്ന് പോരാടി വരുന്ന എല്ലാ മോഹങ്ങളിൽ നിന്ന് വിട്ട് ഒഴിഞ്ഞിരിക്കണം. കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കണം. അനുസരിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ നീ എത്ര കഷ്ടം അനുഭവിച്ചാലും അവന്റെ നാമത്തിന് വേണ്ടി ആകയാൽ നിനക്ക് പ്രത്യാശയുണ്ട്. ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല കർത്താവ് നിനക്ക് നൽകുവാനിരിക്കുന്നത്. അതുകൊണ്ട് ദൈവരാജ്യത്തിൽ പോകുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ ഒരുക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഈ കാണുന്ന ലോകത്തിന് വേണ്ടി ആകരുത് നമ്മൾ നിലനിൽക്കുന്നത്. അവന്റെ രാജ്യത്തിന് വേണ്ടി നമ്മൾ നിലനിൽക്കുമ്പോൾ അവനത് പൂർത്തീകരിക്കുവാൻ നമ്മുടെ അടുക്കൽ ഇറങ്ങി വരികയും ചെയ്യും. ആമേൻ. അതുകൊണ്ട് ആ വാക്യം വായിച്ചു വെക്കാം. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഞങ്ങൾ നിങ്ങളുടെ മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ
കർത്താവല്ലോ. അതുകൊണ്ട് നമ്മൾ ആരും പ്രതികാരത്തിലേക്കും സ്വന്തം ദൈവത്തിന്റെ പ്രതികാരത്തിലേക്ക് തിരിയരുത്. സഹോദരവർഗത്തെ നമ്മൾ സ്നേഹിക്കുക. കർത്താവിന്റെ വരവിനായിട്ട് നമ്മൾ ഒരുങ്ങുക. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുക. കർത്താവിന്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. നമുക്ക് അല്പനേരം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മൾ സമാധാനത്തോടു കൂടി നമ്മൾ ആയിരിക്കാം. പ്രാർത്ഥന കേട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം.